Hi all, Kerala University FIUGP Semester 3 DSSC പേപ്പറായിട്ടുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൻസ് ടു ദ പ്യൂരിറ്റൻസ് മൊഡ്യൂൾ 4-ലെ കോർ ടെക്സ്റ്റുകളിലൊന്നാണ് ഓൾ ദി വേൾഡ്സ് സ്റ്റേജ് എന്ന് തുടങ്ങുന്ന മോണോലോഗ്. വില്യം ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിൽ നിന്നുമാണ് ഈ ഒരു മോണോലോഗ് എടുത്തിട്ടുള്ളത്. വില്യം ഷേക്സ്പിയറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിന്നും ആ ഒരു ഇൻട്രഡക്ഷൻ സ്കിപ്പ് ചെയ്യുവാണ്. പക്ഷേ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഇനി ആസ് യു ലൈക്ക് ഇറ്റ് എഴുതപ്പെട്ടത് അല്ലെങ്കിൽ സ്റ്റേജ് ചെയ്യപ്പെട്ടത് 1599-1600s ജോൺറെ അഥവാ ഏത് ടൈപ്പ് പ്ലേ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാസ്റ്ററൽ കോമഡി. കോമഡിയാണ്, എന്നാൽ അതൊരു പാസ്റ്ററൽ കോമഡിയാണ്. സോ എന്താ പാസ്റ്ററൽ കോമഡി നോക്കാം. Pastoral comedy is a genre of play popular in the late 16th and 17th centuries that contrasts the idealized simplicity and freedom of country life with the corruption and complexity of court life. ഇത് 16-ാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാനത്തിലും 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ഈ ഒരു പാസ്റ്ററൽ കോമഡി. ഇപ്പോൾ പാസ്റ്ററൽ എന്ന് പറയുമ്പോൾ തന്നെ കാട് അല്ലെങ്കിൽ ഈ ആട്ടിടയന്മാരൊക്കെ ഒത്തുകൂടി താമസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെടുന്ന പ്ലേസാണ്. ഇനി എന്തുകൊണ്ട് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ലൈഫ് അഥവാ നമ്മുടെ രാജ കുടുംബങ്ങൾ റോയൽറ്റി ഒക്കെ ആയിട്ട് ബന്ധത്തിൽ മാറിയിട്ട് ശരിക്കും നിഷ്കളങ്കരായ മനുഷ്യർ, പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ്, പിന്നെ കൺട്രി ലൈഫിൻ്റെ ഒരു ഫ്രീഡം, ഇതൊക്കെയാണ് ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ദ സെറ്റിംഗ്. The action primarily takes place in an idealized rural location, often referred to as the pastoral landscape or a green world like the forest of Arden in As You Like It. സെറ്റിങ് വരുന്ന പാസ്റ്ററൽ കോമഡിയുടെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പച്ചപ്പ് നിറഞ്ഞൊരു ലോകം, പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ളൊരു പാസ്റ്ററൽ ലാൻഡ്സ്കേപ്പ്. പശുവിനെയും ആടിനെയും ഒക്കെ നമ്മൾ മേയാൻ വിടുന്നൊരു സ്ഥലം ഉണ്ടാവും. ആ ഒരു റൂറൽ ലൊക്കേഷനാണ് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. നമ്മുടെ ആസ് യു ലൈക്കിൽ വരുമ്പോഴത്തേക്കും ഫോറസ്റ്റ് ഓഫ് ആർഡൻ ആണ്. ആർഡൻ എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഒരു ഫോറസ്റ്റാണ് ഇതിൻ്റെ ഒരു സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ദിസ് സെറ്റിംഗ് ഈസ് യൂഷ്വലി എ പ്ലേസ് ഓഫ് റെഫ്യൂജ് വെയർ ക്യാരക്ടേഴ്സ് ഫ്ലീ ഫ്രം എ ടിറാനിക്കൽ ഓർ ഡിഫിക്കൽട്ട് അർബൻ എൻവയോൺമെൻറ്റ്. ഇവിടം എന്ന് പറയുന്നത് ശരിക്കും ഒരു അഭയാർത്ഥി കേന്ദ്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ടൗണിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്ന കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം ഒത്തുകൂടുന്നൊരു സ്ഥലവും കൂടിയായിരിക്കും ഈ ഒരു പാസ്റ്ററൽ ലാൻഡ്സ്കേപ്പ്. ദെൻ തീമാറ്റിക് കോൺട്രാസ്റ്റ്. The central theme is the exploration of the difference between nature and art or fortune. സോ ഇത് ഒരു കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്. പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺട്രി സൈഡിൻ്റെ പാസ്റ്ററൽ സൈഡിൻ്റെ നന്മയും എന്നാൽ കോർട്ട് ലൈഫിൻ്റെ ഒരു കറപ്റ്റ് രീതികളും അഴിമതി നിറഞ്ഞ ഒരു രാജഭരണവും, അങ്ങനെ രണ്ട് കാര്യങ്ങളെ കോൺട്രാസ്റ്റ് ചെയ്യാൻ, ആ ഒരു ഡിഫറൻസ് കാണിക്കാനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദി കൺട്രി സെറ്റിംഗ് അലോസ് ഫോർ ഇമോഷണൽ ഹീലിംഗ്, സെൽഫ് ഡിസ്കവറി ആൻഡ് ദി റീകൺസിലിയേഷൻ ഓഫ് ദി കൺഫ്ലിക്ട്സ്. സോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട് മനസ്സൊന്ന് ഈ ഒരു ഹരിതാഭ്യം പച്ചപ്പൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനം വരും. അങ്ങനെയാണ് പല കാര്യങ്ങളും. ഇമോഷണലി ഒരു ഹീലിംഗ് ഉണ്ടാവും, പിന്നെ സെൽഫ് ഡിസ്കവറി ഉണ്ടായി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സംഭവിക്കും. Then characters. The main characters are usually noble figures who are temporarily disguised or living among shepherds, shepherdesses or outlaws. സോ ക്യാരക്ടേഴ്സും മോസ്റ്റ്ലി ഇവരെല്ലാവരും നോബൽ ഫിഗേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റോയൽ കോർട്ടുമായിട്ട് രാജകൊട്ടാരവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരായിരിക്കും. അവരെല്ലാവരും ഇവിടെ എത്തിയിട്ട് ആൾമാറാട്ടത്തിലൂടെ ജീവിക്കുകയായിരിക്കും. നമ്മളും വളരെ പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഇതുപോലെ മേയാൻ വേണ്ടിയിട്ടുള്ള ആട്ടിടെ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾ ആട്ടിടയന്മാരാണെന്ന് പറഞ്ഞിട്ട് ഡിസ്ഗൈസിലായിരിക്കും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷെപ്പേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിടയന്മാർ, ഷെപ്പേർഡേഴ്സസ് എന്ന് പറഞ്ഞാൽ ആട്ടിടെ സ്ത്രീകൾ, ദെൻ ഔട്ട്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണത്താൽ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന അവരെയാണ് ഔട്ട്ലാസ് എന്ന് പറയുന്നത്. ഇവരുടെ ഇടയിൽ ഈ നോബൽ ഫിഗേഴ്സ് എല്ലാവരും വന്നിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഒളിവിൽ താമസിക്കുക അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരെല്ലാവരും ഇവിടെ വന്ന് അഭയം പ്രാപിച്ച് ജീവിക്കുകയായിരിക്കും. ദ ടോൺ ആൻഡ് എൻഡിങ്. ദ ടോൺ ഈസ് ജനറലി ലൈറ്റ്, റൊമാൻറ്റിക് ആൻഡ് ഓഫൻ സെൻറ്റിമെൻ്റൽ. വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് പോകുന്ന കഥകളായിരിക്കും. റൊമാൻസ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ, ഒരു ലവ് സ്റ്റോറീസ്, ഒരു 2-3 ലവ് സ്റ്റോറീസ് എങ്കിലും മിനിമം ഉണ്ടാവും. പിന്നെ സെൻറ്റിമെൻ്റലായിരിക്കും, നമുക്ക് കുറച്ചൊന്ന് കഥയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ലെവലിന് ഒരു റിലേറ്റബിലിറ്റി അതിൻ്റെ ഉള്ളിലുണ്ടാവും. ദെൻ ഫോക്കസ് ഓൺ ലവ്. ദ പ്ലോട്ട്സ് റിവോൾവ് അറൗണ്ട് കോംപ്ലെക്സ് ലവ് ട്രയാങ്കിൾസ്, മിസ്റ്റേക്കൻ ഐഡൻറ്റിറ്റീസ് ആൻഡ് ഫൂളിഷ്നെസ് ഓർ ഡിലേറ്റ്സ് ഓഫ് ഫാളിങ് ഇൻ ലവ്. ഇനി പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ ലവ് ട്രയാങ്കിൾസ്,
മോസ്റ്റ്ലി ഒരേ വ്യക്തിനോട് ഒരു 2 പേർക്കെങ്കിലും പ്രണയം തോന്നുന്ന ലെവൽ കഥകളായിരിക്കും. പിന്നെ ഐഡൻറ്റിറ്റീസ്, ആരാണ് ആരെന്ന് കറക്റ്റ് അറിയാതെ ആയിരിക്കും കഥ സംഭവിക്കുന്നത്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു ഫണ്ണി എലമെൻറ്റ്സിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഒരു പാസ്റ്റൽ കോമഡിയുടെ ഉദാഹരണം, ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്നൊരു നല്ല ഉദാഹരണമാണ് വില്യം ഷേക്സ്പിയറിൻ്റെ നമുക്ക് പ്രെസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആസ് യു ലൈക്ക് ഇറ്റ്. ഇവിടെ ഒരു ഇറ്റില്ല, ആസ് യു ലൈക്ക് ഇറ്റ് എന്നാണ്. ഇനി നമുക്കുള്ളത് ഈ ഒരു നാടകത്തിൻ്റെ ഒരു കുഞ്ഞൊരു ഭാഗമാണ്, ഒരു മൊണോലോഗാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താ മൊണോലോഗ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ആ മൊണോലോഗ് ഇസ് എ ലോങ് സ്പീച്ച് സ്പോക്കൺ ബൈ എ ക്യാരക്ടർ ഇൻ എ പ്ലേ, മൂവി ഓർ സ്റ്റോറി. ഏതിലാണെങ്കിലും, നാടകത്തിലാവാം, കഥയിലാവാം, സിനിമയിലാവാം, ഒരു ക്യാരക്ടർ ഒറ്റയ്ക്ക് പറയുന്ന ഒരു വലിയ സ്പീച്ചിനെയാണ് നമ്മൾ മോണോലോഗ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്രസ്സസ് ദി ക്യാരക്ടേഴ്സ് തോട്ട്സ്, ഫീലിങ്സ് ഓർ ഐഡിയാസ് അലൗഡ്, ഓഫൻ റിവീലിംഗ് ദെയർ പേഴ്സണാലിറ്റി ഓർ ഇമോഷൻസ്. ഒരു ക്യാരക്ടറുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അയാൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, അയാളുടെ ഐഡിയകൾ എന്തൊക്കെയാണെന്നെല്ലാം ഒച്ചത്തിൽ വിളിച്ച് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും നമുക്ക് ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. Other characters may be present or listening, but only one person speaks throughout the monologue. സോ മോണോലോഗിൻ്റെ ഒരു പ്രത്യേകത, ബാക്കി ക്യാരക്ടേഴ്സൊക്കെ സ്റ്റേജിലുണ്ടാവും, ഒന്നോ അതിലധികമോ ക്യാരക്ടേഴ്സ് ഇത് കേട്ടുകൊണ്ട് നിൽക്കും, പക്ഷേ ഇവരാരും തിരിച്ച് സംസാരിക്കില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നുള്ളൊരു സാധനം, സോളിലോക്കിയുടെ മോണോലോഗിൻ്റെയും ഒരു കമ്പാരിസൺ, ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്നുള്ളത്. സോളിലോക്കി നമ്മൾ ഹാംലെറ്റിൻ്റെ സോളിലോക്കി പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു. സോളിലോക്കി സംസാരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ ആരും ഉണ്ടാവില്ല, പക്ഷേ മോണോലോഗിൻ്റെ സമയത്ത് സ്റ്റേജിൽ ആൾക്കാർ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ പഠിക്കാനുള്ളത് നോക്കാം. ദി സ്പീച്ച് ഓൾ ദി വേൾഡ്സ് എ സ്റ്റേജ്, ഇറ്റ് ഈസ് ഡെലിവേർഡ് ബൈ ദി മെലങ്കളി ജാക്വസ്. ഇപ്പോൾ ജാക്വസ് എന്ന് എഴുതിയിട്ട് യാക്വ എന്നാണ് ഇതിനെ പറയുക. ഇറ്റ്സ് എ ഫ്രഞ്ച് നെയിം. സോ നമുക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ആക്ട് 2 സീൻ 7 ഈ ഒരു മൊണോലോഗ് വരുന്നത്. ഇനി ഈ സീൻ സംഭവിക്കുമ്പോൾ എന്താണ് ഇത് പറയാൻ അടിസ്ഥാനമായി, ഒരു ഡയലോഗ് പറയാൻ അടിസ്ഥാനമായ ഒരു കഥ ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. ദി പ്ലേ ബിഗിൻസ് at the ducal court where the good Duke Senior has been unjustly banished by his younger brother Duke Frederick and now lives as an outlaw in the forest of Arden. സോ കഥ തുടങ്ങുമ്പോഴേക്കും വളരെ നല്ല മനുഷ്യനായിട്ടുള്ള ഡ്യൂക്ക് സീനിയറിനെ അദ്ദേഹത്തിൻ്റെ അനിയൻ രാജകൊട്ടാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അഥവാ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രെഡറിക് എന്ന് പറയുന്ന ഡ്യൂക്ക് സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള സീനിയറിനെ കൊട്ടാരത്തിൽ നിന്നും അടിച്ച് പുറത്താക്കി തുരത്തി ഓടിക്കുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ജീവൻ ആപത്താണെന്ന് മനസ്സിലാക്കി ഡ്യൂക്ക് സീനിയർ ആർഡൻ ഫോറസ്റ്റിൽ പോയി ഒളിവിൽ താമസിക്കുകയാണ്. ഇനി അടുത്ത് സംഭവിക്കുന്നത്, ഡ്യൂക്ക് സീനിയേഴ്സ് ഡോട്ടർ റോസലൻഡ് ഈസ് അലൗഡ് ടു റിമെയിൻ അറ്റ് ദി കോർട്ട് വെയർ ഹർ കസിൻ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് സീലിയ, ഫ്രെഡറിക് ഡോട്ടർ. മീൻവൈൽ Orlando, a virtuous young man, is being cruelly denied an education and inheritance by his elder brother Oliver. ഇനി അടുത്ത് നമ്മുടെ ഡ്യൂക്ക് സീനിയറിന് ഒരു മോളുണ്ട്, റോസലിൻഡ്. അപ്പോൾ അച്ഛനെ ബാൻ ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കിയെങ്കിലും റോസലിൻഡിനെ കോർട്ടിൽ തന്നെ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ റോസലിൻഡ് താമസിക്കുന്നത് ഫ്രെഡറിക്കിൻ്റെ മോളായിട്ടുള്ള സീലിയയുടെ കൂടെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വല്യച്ഛൻ്റെയും കൊച്ചൻ്റെയും മക്കൾ ഒരുമിച്ച് അവിടെ താമസിച്ച് വരികയാണ്. ഇനി ഇതുപോലെ തന്നെ വേറെ 2 ബ്രദേഴ്സുണ്ട്, ഒർലാൻഡോയും ഒലിവറും. ഇതിൽ ഒലിവർ ദുഷ്ടനായിട്ടുള്ളൊരു മുതിർന്ന ജ്യേഷ്ഠനാണ്. അയാൾ ഒർലാൻഡോ എന്ന് പറയുന്ന യങ്ങർ ബ്രദറിന്, ഇവർ അത്യാവശ്യം നല്ല പ്രായമുള്ളവരാണ്, 10-20 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. ഇയാൾക്ക് കിട്ടേണ്ട, ഒർലാൻഡോന് കിട്ടേണ്ട ഇൻഹെറിറ്റൻസോ എഡ്യൂക്കേഷനോ ഒന്നും തന്നെ ഒലിവർ കൊടുക്കുന്നില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഒരടിയും വഴക്കുമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. Orlando wrestles the court's champion Charles and wins. At the match, he and Rosalind falls instantly in love. സോ ഇനി ഒർലാൻഡോ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒർലാൻഡോയുടെയും ഒലിവറിൻ്റെയും അച്ഛൻ നമ്മുടെ ഡ്യൂക്ക് സീനിയറിൻ്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു. കോർട്ടിൽ നടക്കുന്ന ഒരു റെസ്ലിംഗ് മാച്ചിന് കോർട്ടിലെ ഏറ്റവും ശക്തിമാനായിട്ടുള്ള ചാൾസിനെ ഒർലാൻഡോ തല്ലി തോപ്പിക്കുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിൽ തന്നെ റോസലൻഡും ഒർലാൻഡോയും തമ്മിൽ സ്നേഹത്തിലാവുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂക്ക് ഫ്രെഡറിക്, ഫിയറിംഗ് റോസലൈൻസ് പോപ്പുലാരിറ്റി ആൻഡ് ഹെർ കണക്ഷൻ ടു ദി എക്സൈൽഡ് ഡ്യൂക്ക് സീനിയർ, സഡൻലി ബാനിഷസ് ഹർ ഫ്രം ദി കോർട്ട്. അങ്ങനെ ഇരിക്കവേ നോക്കിയപ്പോഴത്തേക്കും ഒർലാൻഡോ അത്യാവശ്യം ഒരു നല്ല കുടുംബത്തിലുള്ള ചെക്കനാണല്ലോ, അവനും റോസലിൻഡുമായിട്ട് ഇഷ്ടത്തിലാവുന്നതൊന്നും നമ്മുടെ ഫ്രെഡറിക്കിന് ഇഷ്ടമാവുന്നില്ല. റോസലിൻ്റെ അടുത്ത് കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്യുവാണ്. അങ്ങനെ കോർട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴേക്കും റോസലിൻ്റെ ഒപ്പം സീലിയയും
ഇത്രയും ദുഷ്ടനായ അച്ഛൻ എന്ന് പറഞ്ഞാലും അതൊന്നും കേട്ടിരിക്കുന്ന ഒരു മോളായിരുന്നില്ല. സെലിയും കൂടി റോസൽഡിൻ്റെ കൂടെ ഇറങ്ങിപ്പോയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഓഫ് ആർഡനിൽ ഡ്യൂക്ക് സീനിയർ ഉണ്ടല്ലോ, റോസലിൻ്റെ അച്ഛനെ കാണുക എന്നുള്ളതാണ്. ഇവർ കാട്ടിലോട്ട് പോകുന്ന വഴിക്ക് റോസലിൻ്റെ ഗാനിമേഡ് എന്ന് പറയുന്നൊരു പയ്യൻ്റെ രൂപത്തിലാണ് പോകുന്നത്. അപ്പോൾ പയ്യനെ പോലെ വേഷം ധരിച്ചിട്ടാണ് പോകുന്നത്. സീലിയ ആണെങ്കിൽ ഗാനിമേഡ് എന്ന് പറയുന്ന ഒരു ഈ ആട്ടിടയ പയ്യൻ്റെ രൂപത്തിലാണ് റോസലിൻ്റെ ഉള്ളത്. അയാളുടെ സഹോദരി അലീന എന്ന് പറയുന്ന പേരിലാണ് സീലിയ പോകുന്നത്. പിന്നെ കോർട്ടിലെ ജസ്റ്ററായിട്ടുള്ള, അതായത് വാൾപ്പയറ്റിലൊക്കെ നല്ല അഭ്യസ്തനായിട്ടുള്ള ടച്ച് സ്റ്റോൺ എന്ന് പറയുന്ന ആളുടെയും കൂടി ഇവർ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒർലാൻഡോ അറിയുന്നത്. ഒർലാൻഡോനെ ബ്രദറ് കൊല്ലാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഒർലാൻഡോ ആഡം എന്ന് പറയുന്ന കോർട്ടിലുള്ളൊരു സെർവൻറ്റിനെയും കൂടി കൂട്ടിയിട്ട് ഇതേ ഫോറസ്റ്റിലേക്ക് എത്തുവാണ്. സോ ഇവർക്ക് എല്ലാവർക്കും കോർട്ട് വിട്ട് കഴിഞ്ഞാൽ വരാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫോറസ്റ്റാണ്. കോർട്ടിൻ്റെയൊക്കെ രാജകൊട്ടാരത്തിൻ്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ഈ ഫോറസ്റ്റാണ്. ഇനി നമ്മുടെ സ്പീച്ച് സംഭവിക്കാൻ പോവുകയാണ്. The speech occurs in the Act 2, Scene 7. Duke Senior and his followers are preparing to eat when a weary Orlando bursts in, demanding food for himself and his loyal, starving servant Adam. ഈ സ്പീച്ച് നടക്കുന്ന സമയത്ത് ഡ്യൂക്ക് സീനിയറും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അദ്ദേഹം ഡ്യൂക്കായിരുന്നല്ലോ, ആ നാട്ടിൽ നിന്ന് ബാനിഷ്ഡ് ആയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാരും കൂടെ ഉണ്ട്. അവരെല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുവാണ്. സോ ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ട്. ഇവർ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും ഒർലാൻഡോ വളരെ ക്ഷീണിതനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തുന്നതാണല്ലോ. അങ്ങനെ എത്തിയിട്ട് എനിക്ക് കുറച്ച് ആഹാരം തരൂ, എൻ്റെ കൂടെ എൻ്റെ സെർവൻ്റ് ഉണ്ട്, അദ്ദേഹം അല്പം പ്രായമായൊരു മനുഷ്യനായിരുന്നു ആഡം, അദ്ദേഹത്തിനും കൂടി ആഹാരം തരണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ഡ്യൂക്ക് സീനിയർ നോക്കുമ്പോഴത്തേക്കും ശരിയാണല്ലോ, നല്ലൊരു ചെറുപ്പക്കാരനായ ഒരു പയ്യൻ, അവന് വേണ്ടിയല്ല ആഹാരം ചോദിക്കുന്നത്, സെർവൻറ്റിനും കൂടി വേണ്ടിയാണല്ലോ ചോദിക്കുന്നതെന്ന് കരുതിയിട്ട് ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒർലാൻഡോ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ്, ഞാൻ ജ്യേഷ്ഠനെ പേടിച്ച് ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെയുള്ള യാക്വസ് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹത്തിന് മെലങ്കളി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വികാരം. എപ്പോഴും ഭയങ്കര വിഷമത്തിൽ പെസ്സിമിസ്റ്റിക് ആയിട്ട് ഒരു നല്ല കാര്യത്തിൽ വിശ്വാസമില്ലാതെ നമ്മൾ ദുരന്തം പറഞ്ഞു കിടക്കുന്നതെന്ന് പറയുന്ന പോലത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോഴാണ് ഈ ഒരു കഥ കേട്ടിട്ട്, ഒർലാൻഡോയുടെ ഒരു കഥ കേട്ടതിന് ശേഷം ഷാക്കൂസ് പറയുന്ന ഒരു ഡയലോഗാണ് നമ്മുടെ പഠിക്കാനുള്ള സ്പീച്ച്. അതായത് അങ്ങനെ അവരതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഒർലാൻഡോ വരുന്നുണ്ട്, കീറിയ വസ്ത്രങ്ങളുമായിട്ട്. ആഡം എന്ന സർവൻ്റ് അവിടെയുണ്ട്. ഫേസിൽ വിഷാദ ഭാവമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് യാക്വസ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഓൾ ദി വേൾഡ്സ് എ സ്റ്റേജ്. നമുക്കിനി ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കാം. ആദ്യം ഈ ബ്ലൂ കളറിലുള്ളത് ഒറിജിനൽ ലൈൻസ് ആണ്. All the world's a stage and all men and women merely players. They have their exits and their entrances, and one man in his prime play many parts. അദ്ദേഹം പറയുന്നത് they establish the central metaphor. ഈ ഒരു ഡയലോഗിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പീച്ചിൻ്റെ സെൻട്രൽ മെറ്റഫർ എന്ന് പറയുന്നത് ഈ ലോകം തന്നെ ഒരു നാടകമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജാണ്. നാടകം നടക്കുന്ന സ്ഥലമാണ് സ്റ്റേജ്. അതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ മെറ്റഫർ. Then people are actors whose birth are their entrances and whose deaths are their exits. സോ മനുഷ്യരെന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും, ഇപ്പോൾ സ്റ്റേജിലേക്ക് ഒരാൾ കടന്നു വരണമല്ലോ, എൻട്രൻസ്, അതാണ് മനുഷ്യൻ്റെ ജനനം. ഇനി സ്റ്റേജിൽ നമ്മൾ ഓരോരുത്തരും ഇറങ്ങി പോകേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു കഥാപാത്രം അവസാനിക്കുന്ന സമയമുണ്ട്, അതാണ് നമ്മുടെ ഡെത്ത്. സോ എവറി പേഴ്സൺസ് ലൈഫ് ഇസ് എ പ്ലേ വിത്ത് മെനി റോൾസ്. ഇനി മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുറേ കഥാപാത്രങ്ങൾ നമുക്ക് അഭിനയിച്ച് തീർക്കാനുണ്ട്. ഇപ്പോഴും ഒരുപാടധികം കോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഡയലോഗാണിത്. ജീവിതം തന്നെ ഒരു നാടകമാണ്, നമ്മളെല്ലാവരും അഭിനയിക്കാനാണ് വന്നത്. നമ്മുടെ അഭിനയം തുടങ്ങുന്നത് നമ്മുടെ ജനിക്കുന്ന സമയം തൊട്ട് അഭിനയം സ്റ്റാർട്ട് ചെയ്യുവാണ്, മരിക്കുന്ന സമയത്ത് അഭിനയം തീരുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് റോൾസ് നമുക്ക് പ്ലേ ചെയ്യാനുണ്ട്. ഇനി അദ്ദേഹം പറയുവാണ്, ശരിക്കും എത്ര റോൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ് ആക്ട്സ് ബീയിങ് 7 ages. At first the infant mewing and puking in nurse's arms. സോ യാക്കോസ് പറയുന്നത് ശരിക്കും 7 അവസ്ഥയിലൂടെയാണ് മനുഷ്യൻ്റെ ഒരു ലൈഫ് പോകുന്നത്. ആദ്യത്തത് ഇൻഫൻറ്റ് അഥവാ പൈതൽ ശിശുവിൻ്റെ ഒരു അവസ്ഥയാണ്. ദി ഫസ്റ്റ് ഏജ് ഈസ് ദ ഹെൽപ്ലെസ് ഇൻഫൻറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്രൈയിങ് ആൻഡ് വൊമിറ്റിംഗ്. ഏതെങ്കിലും ഒരു നേഴ്സിൻ്റെ കയ്യിലിരുന്ന് കരയുകയും വൊമിറ്റ് ചെയ്യുകയൊക്കെ, പാലൊക്കെ കുടിച്ചിട്ട് അത് വൊമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രായമാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ്, ലൈഫിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. ആൻഡ് ദെൻ ദി വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ്
satchel and shining morning face, creeping like snail, unwilling to school. So the second stage is reluctant schoolboy. So ആദ്യം ഇൻഫൻറ്റ്, രണ്ടാമത്തെ സ്കൂൾ ബോയ് സ്റ്റേജ്. He whines and is described with a smile, creeping like snail to show his slow unwilling pace to school. So സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാണ്ട് ഒരു സ്നെയിലിനെ പോലെ, ഒച്ചിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് ഒരു താല്പര്യവും ഇല്ലാണ്ട് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ് രണ്ടാമത്തെ സ്റ്റേജ്. ആൻഡ് ദെൻ ദി ലവർ, sighing like furnace with a woeful ballad made to his mistress's eyebrow. സോ അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ആവുകയാണ്. ദി തേർഡ് ഏജ് ഈസ് ദി ഇമോഷണൽ ലവർ. ഇനി അടുത്ത തേർഡ് സ്റ്റേജിൽ അത് ആ പയ്യൻ ആരായി മാറുകയാണ്? ഹിസ് എ ലവർ. ഹി സൈസ് ഡ്രമാറ്റിക്കലി, എ സിമിലി sighing like furnace, and writes foolish and sad love poems praising minute details of his beloved's appearance. സോ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു പ്രണയിതാവ്, കാമുകൻ എന്നുള്ള സ്റ്റേജിൽ ഒരു പെൺകുട്ടിയുടെ പുറകെ ഒരു ഫൂളിനെ പോലെ നടക്കുകയാണ്. എന്നെ ഒന്ന് തിരികെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് സാഡ് പോയിംസ്, എന്നെ റിജക്റ്റ് ചെയ്യരുത്, എന്നെ ഒന്ന് സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുവാണ്. അത് ബിലവഡിൻ്റെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ ഏറ്റവും മൈന്യൂട്ട് അപ്പിയറൻസിനെ പോലും, ഐബ്രോസിനെ പറ്റി പോലും, അതായത് പുരുകക്കൊടികളെ പറ്റി പോലും കവിത എഴുതുന്ന കണക്കിന് അങ്ങനെ ഫിയേഴ്സ് ആയിട്ടുള്ള സ്നേഹത്തിന് വേണ്ടി അലഞ്ഞ് നടക്കുന്ന ലവറാണ് മൂന്നാമത്തെ സ്റ്റേജ്. Then a soldier, full of strange oaths and bearded like the part, jealous in honor, sudden and quick in quarrel, seeking the bubble reputation, even in the cannon's mouth. The fourth age is the ambitious soldier. So അടുത്ത സ്റ്റേജിൽ സോൾജിയർ ആയിട്ട് മാറുവാണ്. He is aggressive, quick to fight and looks fierce, bearded like a pard, a leopard. സോ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഭയങ്കര അഗ്രസീവാണ്. നമ്മുടെ ഒരു ചോരത്തിളപ്പിൻ്റെ ഒരു പ്രായമാണ്. ഫൈറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. വളരെ ഫിയേഴ്സ് ലുക്കിംഗ് ആണ്. ഒരു ലെപ്പേർഡിനെ പോലെ, അല്ലെങ്കിൽ ഒരു പുള്ളിയുടെ അതേ വേഗതയിൽ നിൽക്കുകയാണ്. എന്ത് മുന്നിൽ വന്നു കഴിഞ്ഞാലും വളരെ വേഗം അതിനെപ്പോയി നമ്മൾ ആക്രമിക്കുന്ന, ഒരു പ്രത്യാക്രമണം നടത്തുന്ന ഒരു പ്രായത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ബിയേർഡൊക്കെ, മീശയും താടിയൊക്കെ ഉള്ളൊരു പ്രായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ഒബ്സസ്ഡ് വിത്ത് ഗെയിനിങ് എ റെപ്യൂട്ടേഷൻ വിച്ച് ഷേക്സ്പിയർ കോൾസ് ഫ്രജൈൽ ആൻഡ് ഫ്ലീറ്റിംഗ് ബബിൾ റെപ്യൂട്ടേഷൻ, ആൻഡ് സീക്സ് ഇറ്റ് ഈവൻ ഇൻ ദി ഫേസ് ഓഫ് ഡെത്ത്, ദി ക്യാനൻസ് മൗത്ത്. സോ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അന്തസ്സ്, അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ, ഒരു പേരുണ്ടാക്കിയെടുക്കണം. എന്നെ 10 പേര് അവർക്ക് എന്നെ പറ്റിയിട്ടൊരു മതിപ്പുണ്ടാകണം എന്ന് കരുതപ്പെടുന്ന ഒരു പ്രായമാണ്. അതിനെ ഷേക്സ്പിയർ വിളിക്കുന്ന ഫ്ലീറ്റിന് ഒരു ബബിൾ ലൈക്ക് റെപ്യൂട്ടേഷനാണ്. ആക്ച്വലി ഈ റെപ്യൂട്ടേഷനിലൊന്നും, അല്ലെങ്കിൽ ആളുകൾ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളതിൽ ഒരു കാര്യവും ഇല്ലയെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ ആളുകളുടെ മുന്നേ നല്ല കുട്ടിയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഈവൻ ഇൻ ദി ഫേസ് ഓഫ് ഡെത്ത്, ക്യാനൻസ് മൗത്ത് എന്നിവിടെ ഉദ്ദേശിക്കുന്ന ഒരു സോൾജറിൻ്റെ വായിൽ തോക്ക് കൊണ്ടുവച്ച് അദ്ദേഹത്തെ കൊല്ലാൻ പോവുകയാണെങ്കിൽ ആ മൊമെൻറ്റിൽ പോലും നമ്മൾ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യുക. മരിച്ചാലും വേണ്ടില്ല, എന്നെപ്പറ്റി ആൾക്കാർ നല്ലത് പറയണം എന്ന് കരുതുന്ന ഒരു ടൈമിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ദെൻ ദി ജസ്റ്റിസ്. സോ സോൾജർ എന്നുള്ള പ്രായം കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ജസ്റ്റിസ്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് cap and lined, with eyes severe and beard of formal cut, full of wise saws and modern instances, and so he plays his part. So the fifth stage is the respectable middle-aged justice. സോ നമ്മളൊരു ജഡ്ജ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു മിഡിൽ ഏജ്ഡ് പ്രായത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ അഞ്ചാമത്തൊരു പാർട്ട്. ഹീസ് പോർട്ട്ലി ഫ്രം ഫൈൻ ഡൈനിങ്. സോ അദ്ദേഹം ഇപ്പോൾ ഈ പ്രായത്തിൽ എന്താണ്, കുറച്ചൊരു കുടവയറൊക്കെ ഉണ്ട്. നമുക്ക് നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ട്, സ്റ്റഫ്ഡ് വിത്ത് ഫാറ്റ് ചിക്കൻ, ഒരുപാട് ചിക്കനും കാര്യമൊക്കെ കഴിച്ചിട്ട് നല്ല വലിയ വയറൊക്കെ ആയിട്ട്, ആൻഡ് സ്റ്റേൺസ് ഐസ് സെവിയർ, നല്ല തീക്ഷ്ണതയുള്ള കണ്ണുകളോടുകൂടി നമ്മളിപ്പോൾ ജീവിക്കുകയാണ്. ആൻഡ് ഫുൾ ഓഫ് മാക്സിംസ് ഓർ പ്രോവർബ്സ്, വൈസ് സോസ്. വൈസ് സോസ് എന്ന് പറയുന്നത് നമ്മളീ പറയും, ഇതൊക്കെ നമ്മുടെ കാലത്ത്, എൻ്റെ കാലത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന കുറേ ഓൾഡ് പ്രോവേർബ്സും, നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരോടും ഉപദേശിക്കാൻ പറ്റുന്ന ലെവലൊരു ബുദ്ധിയുള്ള ആളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ആൻഡ് കണ്ടംപററി എക്സാമ്പിൾസ്, മോഡേൺ ഇൻസ്റ്റൻസ്. സോ രണ്ട് രീതിയിലും പുതിയ കാര്യങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത്, ഇങ്ങനെയല്ല ഇതൊന്നും ചെയ്യേണ്ടത്, പണ്ട് നമ്മുടെ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്നത്. ഓൾസോ ഈ ടൈമിലൊരു ഫോർമൽ ബിയേർഡ്, വളരെ ഷേവ് ചെയ്ത് ഫോർമൽ ഒരു ലുക്കിലായിരിക്കും ഈ ഒരു അഞ്ചാമത്തെ സ്റ്റേജിൽ ഉണ്ടാവുക. The sixth age shifts into the lean and slippered pantaloon with spectacles on nose and pouch on side. His youthful horse well saved a world too wide for his shrunk shank and his big manly voice, turning again towards childish treble pipes and whistles in his sound.
സോ ഇനി ആറാമത്തെ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് എ പാൻറ്റലൂൺ. എ ഫൂളിഷ് തിൻ ഓൾഡ് മെന്നെയാണ് നമ്മൾ പാൻറ്റലൂൺ എന്ന് പറയുന്നത്. ഒരു ബുദ്ധി കുറഞ്ഞൊരു നമ്മളെന്താ നിസ്സാരക്കാരൻ അല്ലെങ്കിൽ ഒരു മണ്ടൻ എന്ന് പറയാൻ പറ്റുന്ന വളരെ തിന്നായിട്ട് മെലിഞ്ഞ ഒരു മനുഷ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ഫ്രെയിൽ ആൻഡ് വിയേഴ്സ് ഇൽ ഫിറ്റിംഗ് ക്ലോത്ത്സ് ദാറ്റ് ആർ നൗ ടു ലാർജ് ഫോർ ഹിസ് സ്കിന്നി ലെഗ്സ്. ഷ്രങ്ക് ഷാങ്ക് എന്ന് പറയുന്ന തിന്നി ലെഗ്സിനെയാണ്, വളരെ മെലിഞ്ഞ കാല്. ഇപ്പോൾ വയസ്സായ അപ്പൂപ്പന്മാരാവുന്ന ഒരു സ്റ്റേജാണിത്. അപ്പൂപ്പന്മാർക്കൊന്നും കറക്റ്റ് ഫിറ്റിന് ഡ്രസ്സ് കിട്ടത്തില്ല. ഏത് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലൂസായിട്ടാണ് ഉണ്ടാവുക. സോ അങ്ങനത്തെ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ആളായിട്ട് മാറും. ഹിസ് ഡീപ്പ് മാൻലി വോയിസ് ഹാസ് ഫെയിൽഡ് ബിക്കമിങ് എ തിൻ ഹൈ പിച്ച്ഡ് ചൈൽഡിഷ് സൗണ്ട് ലൈക്ക് പൈപ്സ് ആൻഡ് വിസൽസ്. സോ ഇപ്പോൾ ഭയങ്കര ഗാംഭീര്യം ഉണ്ടായിരുന്ന ഒരു പൗരുഷം നിറഞ്ഞിരുന്ന ശബ്ദമൊക്കെ മാറിയിട്ട് വളരെ ഒരു തിന്നായിട്ട് ഈ നമ്മൾ അയ്യോ മോനെ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സൗണ്ടിലേക്ക് മാറി. മാത്രമല്ല ശ്വാസതടസ്സമൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ആ ഒച്ച പുറത്ത് വരുമ്പോൾ ചില സമയത്ത് കാറ്റ് മാത്രമായിരിക്കും പുറത്തോട്ട് വരുന്നത്. പിന്നെ പല്ലൊക്കെ കൊഴിഞ്ഞിട്ട് ഒരു ചൈൽഡിഷ് സൗണ്ട്, ഒരു ചെറിയ കുട്ടി സംസാരിക്കുന്ന ഒരു സൗണ്ടും ആയിരിക്കും. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, ഇനിയാണ് 7th സ്റ്റേജ്, അവസാനത്തെ സ്റ്റേജ്. ദാറ്റ് എൻഡ്സ് ദി സ്ട്രേഞ്ച് eventful history, second childishness and mere oblivion. Sans teeth, sans eyes, sans taste, sans everything. So the final 7th stage is a return to complete helplessness. സോ ഒരു സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹെൽപ്ലെസ്നെസ് ആണ്. ഒന്നും ചെയ്യാനില്ല, നിസ്സഹായമായൊരവസ്ഥയാണ്. ആൻഡ് ടോട്ടൽ ഫൊർഗെറ്റ്ഫുൾനെസ്, മോർ ഒബ്ലീവിയൻ. സോ മാത്രമല്ല എല്ലാം മറന്നു പോകുന്നൊരവസ്ഥ, ഒന്നും ചെയ്യാനും അറിയില്ല, ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നൊരവസ്ഥയുമാണ്. ദി ഫൈനൽ സ്റ്റാർക്ക് ലൈൻ, സാൻ സീൻസ് ഫ്രഞ്ച് ഫോർ വിത്തൗട്ട്. സാൻസ് എന്ന് പറയുന്നത് വിത്തൗട്ട് എന്നുള്ളതിൻ്റെ ഫ്രഞ്ച് വേർഡാണ്. ആക്ച്വലി ഇവരെല്ലാവരും നമ്മുടെ ഈ കഥയിൽ നടക്കുന്ന ഡ്യൂക്ക് സീനിയർ ആവട്ടെ, ഇവരെല്ലാവരും റോസലിൻ്റെ ഫ്രഞ്ച് കോർട്ടിൽ നിന്നുള്ളവരാണ്. സോ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിത്തൗട്ട്, നോ നോ എന്ന് പറഞ്ഞാൽ മതി, അതിന് പകരമാണ് അദ്ദേഹം ഇവിടെ സാൻസ് എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റ് ഓൾ ദി സെൻസസ് ആൻഡ് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഹാവ് ബീൻ ലോസ്റ്റ്, എൻഡിങ് ലൈഫ് ഓൺ എ നോട്ട് ഓഫ് കംപ്ലീറ്റ് ഡെസ്റ്റിറ്റ്യൂഷൻ. സോ അതായത് എല്ലാം നശിച്ചു, പല്ലില്ല, കണ്ണില്ല, ടേസ്റ്റ് അറിയുന്നില്ല, ആൻഡ് എല്ലാ കാര്യങ്ങളും അങ്ങ് മറന്നു പോവുകയാണ്. അതുവരെ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഫുള്ള് മാറിയിട്ട് കംപ്ലീറ്റ് ഡെസ്റ്റിറ്റ്യൂഷൻ, ഒരു ഡിസ്ട്രക്ഷനിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വീണ്ടും നമ്മളൊരു ചൈൽഡായിട്ട് ഒന്നൊരു റീബർത്ത് സംഭവിക്കുന്ന പോലെ ആവുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഡെസ്റ്റിറ്റ്യൂഷൻ, ദി ഡെത്ത്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു തീംസ് കൂടി ഒന്ന് നോക്കി വയ്ക്കാം. സ്പീച്ച് ഓൾ ദി വേൾഡ് സ്റ്റേജ് കമ്പയർസ് ഹ്യൂമൻ ലൈഫ് ടു എ പ്ലേ. മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു നാടകമായിട്ടാണ് അദ്ദേഹം ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. People are like actors who play different roles from birth to death. ജനനം മുതൽ മരണം വരെ നമ്മൾ ഓരോരുത്തർ ജീവിക്കുന്നത് ഒരു അഭിനേതാവിനെ പോലെ ഒരു റോള് പ്ലേ ചെയ്യുവാണ്. ഇറ്റ് ഷോസ് ദാറ്റ് ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് ടെമ്പററി. ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയൊരു കാര്യമാണ്, വളരെ ഷോർട്ട് ടൈം പീരീഡിൽ മാത്രം നടന്നു എന്ന്, ടെമ്പററി ആയിട്ടുള്ള ഒന്നും പെർമനൻ്റ് അല്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ലവറിൻ്റെ ആ സ്പിരിറ്റ് മാറി, പിന്നെ സോൾജറിൻ്റെ സ്പിരിറ്റ് മാറി, അങ്ങനെ ഓരോ രീതിയിലും നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടേയിരിക്കും. ഷേക്സ്പിയർ ഡിസ്ക്രൈബ് 7 stages ഓഫ് ലൈഫ് ഫ്രം ആൻ ഇൻഫൻറ്റ് ടു ആൻ ഓൾഡ് മാൻ. സോ ആ 7 സ്റ്റേജസും ഒന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ദ സ്പീച്ച് ടോക്സ് അബൌട്ട് ഏജിങ്, വീക്ക്നെസ് ആൻഡ് ഡിക്ലൈൻ ഇൻ ഫൈനൽ സ്റ്റേജസ്. വയസ്സായി പിന്നീട് വീക്കായി നമ്മൾ നമ്മുടെ അവസാന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ് ഓൾസോ പോയിൻറ്റ്സ് ഔട്ട് ദി ഫോളിഷ്നെസ് ആൻഡ് പ്രൈഡ് പീപ്പിൾ ഷോ ഇൻ ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും നമ്മൾ ഒരു മൂഢമായിട്ടുള്ള ചില പ്രൈഡായിട്ടുള്ള കാര്യങ്ങൾ, ഭയങ്കര ഒരു അഭിമാനം വെച്ച് പുലർത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഓവറായിട്ട് കാണിക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല. ഓവറോൾ ഇറ്റ് ഗീവ്സ് എ തോട്ട്ഫുൾ വ്യൂ ഓഫ് ദി ഹ്യൂമൻ ലൈഫ് സൈക്കിൾ ആൻഡ് ഇറ്റ്സ് ചേഞ്ചസ്. സോ മൊത്തത്തിൽ എന്താണ് ഹ്യൂമൻ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു തീംസ് ഒന്ന് നോക്കി വയ്ക്കുക. എവിടെയാണിത് നടക്കുന്നത്, എന്താണ് ഓവറോൾ കഥ, ഈ സ്പീച്ച് തുടങ്ങുന്നതിന് മുന്നേ വരെയുള്ള കഥ എന്താണ്, മൊണോലാഗ് എന്താണ്, ഇതാരാണിത് പറയുന്നത്, ഏത് സീനിൽ, ഏത് ആക്റ്റിൽ, ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.